എന്റെ പെങ്ങൾക്ക് നിന്നെ കാരണം ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു എനിക്ക്. കണ്ടോ? ഈ ആർജെ അഞ്ജലിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്ന ആൾ ആർജെ അഞ്ജലിയുടെ കൂടെ അഞ്ജലിയോ? അതിന് എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതിനെതിരൊന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങളുടെ ഫോണിലേക്കാണോ വിളിക്കുന്നത്? അണ്ണൻ മൊട്ടതെറിയാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആർജെ അഞ്ജലി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിക്കുന്നതും വളരെ വിവാദമാകുന്നത്, കേസാകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വിമർശനങ്ങൾ സോഷ്യൽ മീഡിയക്കകത്തുനിന്നും പൊതുജനങ്ങളുടെ സൈഡിൽ നിന്ന്, വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നന്നായിട്ട് വന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അവർ ഒന്നിന് പകരം 2 തവണ വന്ന് ക്ഷമ പറഞ്ഞു, മാപ്പ് പറഞ്ഞു, അത് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ അത് റീസെൻ്റ് ആയിട്ട് മറ്റൊരു തരത്തിൽ ആ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ ആദ്യം ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. അവരത് ക്ഷമ പറഞ്ഞ് ആ ഒരു വിഷയം വിട്ടതോടുകൂടി ഞാൻ എൻ്റെ ഈ ഒരു ചാനലിനകത്ത് നമ്മൾ ആ ഒരു വിഷയം വിട്ടതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം ആളിക്കത്തുകയാണ് മറ്റൊരു തരത്തിൽ. അതായത് ഞാൻ തുടക്കത്തിൽ വീണ്ടും ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. ഒരാൾ പറഞ്ഞു അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് പറ്റി പബ്ലിക്കായിട്ടൊക്കെ വന്ന് ക്ഷമ ചോദിച്ചതല്ലേടേ, നമ്മളത് ഇനി വിടണം. അവരെ പുറകെ നടന്നിങ്ങനെ ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കും ജീവിക്കണ്ടേ? എന്തായാലും പറ്റി, നിങ്ങൾക്കും ആർക്ക് തെറ്റ് പറ്റിയാലും നമുക്ക് അത് പറയാം, ക്ഷമ ചോദിച്ച് അതങ്ങ് വിട്ടുകളയുക, അത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് അവരെ അങ്ങനെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നതിനോടൊന്നും അത്ര നല്ല രീതിയും ശൈലിയൊന്നുമല്ല. ദയവായി അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, നമ്മളെ കാണുന്ന ആൾക്കാരോട് മാത്രം പറഞ്ഞാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ, അതിനകത്ത് ഒരു അമ്മാവൻ്റെ കേസൊക്കെ ഉണ്ട്. അമ്മാവൻ്റെ തെറിവിളി, ദയാ അച്ചുവിൻ്റെ അങ്ങനെ കുറേ അധികം വിഷയങ്ങളുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഒരു ദിവസത്തിന് മുമ്പ് ആർജെ അഞ്ജലി ഇട്ടൊരു പോസ്റ്റ് ഇതാണ്. അതേത് മ്യാമൻ അമ്മച്ചി, ഈ മ്യാമൻ അമ്മച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ദയാ അച്ചുവിനെയാണ്. ദയാ അച്ചു ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരം വീഡിയോ ഇടുന്നതാണ്. എനിക്കത് അവരുടെ പേജ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പേ അതേത് മ്യാമൻ അമ്മച്ചി, സ്വയം പ്രഖ്യാപിത മ്യാമനെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ അറിയില്ല. ഇനി നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ അറിയുന്ന ഒരാൾ എൻ്റെ വല്യച്ഛനാണ് കേട്ടോ, കീരിക്കാടൻ ജോസ്. ഒഫീഷ്യൽ കുപ്പായ ഊരി വെച്ച് ലൈവ് ലൈറ്റിലേക്കാണ് സ്വമേധയാ വന്ന അയാൾ. ഇതിനു മുൻപ് അദ്ദേഹമാണ് സോഷ്യൽ മീഡിയ ഒന്ന് ഫ്ലൈറ്റ് മോഡിട്ടാൽ തീരുന്ന വെറുമൊരു ഈയാമ്പാറ്റ മാത്രമാണ്. മനുഷ്യസ്നേഹം അതിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്നു. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. ഓക്കെ, ലാസ്റ്റ് ആ വരിയിൽ ഞാൻ നിൽക്കുന്നു. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. എന്തായാലും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്, തെറ്റ്, കുറ്റങ്ങൾ വിട്ടേക്കുക. ഇനി അതിൻ്റെ പുറകെ പിടിച്ച് തൂങ്ങരുന്നുള്ളതാണ്. ഇതിൻ്റെ 2 കമൻറ്റ് നോക്കിയതിനു ശേഷം ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകാം. നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം പോലും മറ്റൊരാളുടെ ജീവിത മാർഗത്തിനെ നിങ്ങൾ എങ്ങനെയാണ് ആക്ഷേപിച്ചത് എന്ന് മറക്കരുത്. ഇല്ല, മറക്കില്ല എന്ന് അവരും പറയുന്നു. ഓക്കെ, അവരുടെ പത്തി മടക്കി ക്ഷമ ചോദിച്ചടേ, ഇനി വിട്ടേക്കണം. പ്രിയ അഞ്ജലി, നിങ്ങളുടെ വീഡിയോകൾ വളരെ താല്പര്യത്തോടെ കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ നിതംബ പരാമർശ വീഡിയോ വരെ നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ അമ്മാവൻ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്തവന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ തുറന്നു കാട്ടേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് നിങ്ങൾ ചെയ്യണം. അല്ല എങ്കിൽ നിങ്ങളുടെ ഭാവി പ്രതിച്ഛായയ്ക്ക് അത് കോട്ടം വരുത്തും. ഇതൊരു അപേക്ഷയാണ്. എനിക്ക് 56 വീഡിയോ ചെയ്യാൻ സമയമില്ല, ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവർ തിരിച്ചൊരു മറുപടി കൊടുത്തേക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സംഭവമെന്നും ചേതാവ് കാരണം എനിക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് 56 വീഡിയോയുടെ സമയമൊന്നുമില്ല എന്നൊക്കെ പറയും. ഒരമ്മാവൻ വന്നിരിക്കുന്നു, ഇതാണ് വിഷയം. ആ അമ്മാവൻ നമുക്ക് കാണാം കേട്ടോ, അമ്മാവൻ പറയുന്ന കാര്യവും കേൾക്കാം. ഇവളിടുന്ന വീഡിയോ ആരും കാണരുതേ, അങ്ങനെ ഇവിടെ വരുമാനം നശിക്കും, അപ്പോൾ മനസ്സിലാക്കും മറ്റുള്ള ജീവിതമാർഗത്തെ കളിയാക്കാനുള്ള അവസ്ഥ. കൂലിപ്പണി ചെയ്താലും ജീവിക്കാൻ മനസ്സുണ്ട് മാമ, ജീവൻ ഉണ്ടെങ്കിൽ ജോലി ചെയ്യും എന്നൊക്കെ പറയുന്നു. സോ നമുക്കത് വിട്ടേക്കാം. ഇനി രണ്ടാമത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ആർജെ അഞ്ജലിയുടെ അമ്മാവൻ എന്ന് പറഞ്ഞ് വന്ന വ്യക്തിയുടെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരാൾ സംസാരിക്കുന്ന പറഞ്ഞോ. ഹലോ, പറ. എന്താ പറഞ്ഞു? എങ്ങനെ? പെങ്ങളുടെ വീഡിയോ? അല്ല, പെങ്ങളുടെ വീഡിയോ ഇട്ടെന്നാണ് പറയുന്നത് കേട്ടോ. പെങ്ങളെന്ന് പറയുന്നത് ആർജെ അഞ്ജലി ഉദ്ദേശിച്ചിട്ടാണ്. ഏത് പെങ്ങളുടെ വീഡിയോ? അഞ്ജലിയോ? അതിന് എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതിനെതിരൊന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങളുടെ ഫോണിലേക്കാണോ വിളിക്കുന്നത്? അണ്ണൻ മൊട്ടതെറിയാണ്, ഒരു സംശയമില്ലാത്ത രീതിയിൽ തെറിയോട് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് ഇവരുടെ മേൽ ഇവർ പറഞ്ഞ വീഡിയോയെക്കുറിച്ചോ ഇവർക്കെതിരെ ഇവർ അനാവശ്യമായിട്ട് പറഞ്ഞെന്നുള്ള കാര്യത്തിനോ വെച്ചിട്ട് അവരെ വിളിച്ച് തെറി വിളിക്കുകയല്ലോ വേണ്ടത്. അദ്ദേഹത്തിൻ്റെ സഹോദരി എന്ന് പറയുന്നു, അത് പിന്നെ എന്താണ് മാമൻ എന്നൊക്കെ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ വിളിച്ച് പറയുന്ന ഒരു വ്യക്തി അവരെ വിളിച്ച് തെറിയാണോ പറയേണ്ടത്? മറിച്ച് ലീഗലായിട്ട് ഒരു കേസ് കൊടുക്കുകയല്ലേ വേണ്ടത്. അത് ചെയ്യാതെ ഇവരെ വിളിച്ച് നല്ല മൊട്ടം തെറിയാണ് വിളിക്കുന്നത്. എനിവേ,
ഈ കമന്റ് ബോക്സ് നോക്കാം. ഇവനെതിരെ പോലീസിൽ പരാതി കൊടുക്കണം. ആർ ജെ അഞ്ജലിയുടെ ബന്ധുവാണ്, ഇവന്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അവർ. ഇതൊക്കെ 4 ദിവസത്തിന് മുമ്പ് നടന്നതാണ്. ഈ ഒരു പോസ്റ്റൊക്കെ വന്നതിന് ശേഷമാണ് ആർ ജെ അഞ്ജലി ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഏതമ്മാവൻ, എനിക്ക് വേറെ അമ്മാവനൊന്നുമില്ല, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇത് ലൗഡ് സ്പീക്കറിൽ കേട്ട എൻ്റെ അവസ്ഥ എന്നൊക്കെ ആരാലും ഇങ്ങനെ പെണ്ണുങ്ങളെ ചീത്ത വിളിക്കരുത്, ഇവന്റെ പേര് കേസ് കൊടുക്കും അച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഞാൻ ഇനിയിടോടാ, ഞാൻ ഇനിയിടും ഞാന്. സോ അതാണ് മെയിൻ ഹൈലൈറ്റ് വിഷയം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അധികം പോസ്റ്റുകൾ ദയ അച്ചു അവരുടെ ഇതിനകത്ത് നിന്ന് ഇട്ടിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്കിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ചിലത് നമുക്ക് നോക്കാം. കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പിട്ടാണ് ആർ ജെ അഞ്ജലിയോട് ഈ പറഞ്ഞ കമൻറ്റിൽ വല്ല സത്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുക്കണം പ്ലീസ്, തെറ്റുകാരി ഈ ഞാനാണെങ്കിൽ എന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആർ ജെ അഞ്ജലിയെ ദയ അച്ചു വെല്ലുവിളിക്കുകയാണ്. ഇതാണ് കമൻറ്റ്. ആർ ജെ അഞ്ജലി, ബിന്ദു കെ പി, വീഡിയോയിൽ ഉള്ള ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരാൾക്കുണ്ടായ ഡാമേജിനെ കുറിച്ച് ധാരണ ഉണ്ടോ? ആരാണ് അനാവശ്യമായി ഒരാളുടെ പിക്ചർ എടുക്കാനുള്ള റൈറ്റ്സ് അവർക്ക് കൊടുത്തത് എന്നുള്ള സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇതാ അവർ അമ്മാവൻ്റെ പെങ്ങൾക്ക് ദയ കാരണം ജീവിക്കാൻ പറ്റാതെ ദയയുടെ പേരിൽ കേസ് കൊടുക്കണം. ഇനി ഈ അമ്മാവനാണെന്ന് പറഞ്ഞ അവരെ വിളിച്ചെന്ന് പറഞ്ഞ ആളാണ് ഇതാ ഈ വ്യക്തി. ഇത് എന്റെ പെങ്ങൾക്ക് നിന്നെ കാരണം ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. കണ്ടോ? ഈ ആർ ജെ അഞ്ജലിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്ന ആൾ ആർ ജെ അഞ്ജലിയുടെ കൂടെ ചേർന്നതുകൊണ്ട് വീഡിയോസ് എടുക്കുന്ന കാര്യമൊക്കെയാണ് അവരത് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവർ തമ്മിലുള്ളൊരു വിഷയമാണ്, ഇത് തീർക്കേണ്ട കാര്യമാണ്. പക്ഷെ വളരെ കാലിക പ്രസക്തിയുള്ള വിഷയം എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കാൻ ഇതിനകത്ത് ഇതാ വീണ്ടും ഒരപ്പന് ഒരു തന്തയ്ക്ക് ജനിച്ചാണെങ്കിൽ അമ്മായി ഇത് സത്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് 2 സെക്കൻഡ് വീഡിയോ ഈ കാണുന്ന ആളെ വെച്ച് ചെയ്യുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഇനി ഈ ആള് കൂടെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു വീഡിയോ ചെയ്ത് വാട്സാപ്പിൽ കിട്ടുമല്ലോ. കുണ്ടിയമ്മായി കള്ളത്തരം ചെയ്തിട്ട് വല്ലാണ്ട് ഉരുണ്ട് കളിക്കേണ്ട പെരുങ്കള്ളി എന്നൊക്കെ പറഞ്ഞു, മ്യാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ പറഞ്ഞുകൊണ്ട് വീഡിയോസാണ് അവരുടെ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ്, നമ്മളത് പ്ലേ ചെയ്യുന്നില്ല. അമ്മ 2020 ടിക്ടോക്ക് വീഡിയോ ഇപ്പോൾ ഇതാരാ മാമി ഫോട്ടോക്ക് നമ്പർ എത്രയാ? കുറച്ചറിയാന്ന ആദ്യത്തെ 3 അവസാനത്തെ 3 6 ബാക്കി നമ്പർ എവിടെയാ? അവളെ സ്വഭാവത്തിന് 6 മതി. നീ അത് മാമനാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഈ ഒരു മറ്റൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആയിരിക്കും. അഞ്ജലിയുടെ അമ്മാവൻ 2020 ഇപ്പോൾ ഉള്ളതും പഴയ ടിക്ടോക്കിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇതും സത്യമല്ലെങ്കിൽ ഒന്ന് തെളിയിക്കണം, വെറുതെ അല്ല കേസ് കൊടുക്കാത്ത. എന്നിട്ട് ഇവളുടെ ഉരുണ്ട് കളി അവരെ വെച്ച് തെറി പിടിച്ചാണ് അവരുടെ വേണോ? വേണ്ടേട്ടാ, വീട്ടിൽ ആവശ്യം വരൂടി. വേണ്ടേട്ടാ, ഇന്ന് പൗഡർ എടുത്താലേ നാളെ ചിലപ്പോ ഇതൊക്കെ ലിപ്സ്റ്റിക് പോയിക്കും. എടി ഉറുമ്പ് ബൈക്കൊക്കെ ഉണ്ടോ? അതിലെന്ന് പറയുന്ന ബൈക്ക് കീരിക്കാടൻ ആർ ജെ അഞ്ജലി ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അത് ഞാൻ വായിച്ചു നേരത്തെ. ചെയ്യാൻ പറ്റ പോലെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് ഇവരിട്ടേക്കാണ്. എല്ലാവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുണ്ടിമാമി എന്നെ ബ്ലോക്ക് ചെയ്തു കണ്ടം വഴി ഓടിപ്പോയി, എന്നെ കാണാതെ ഒളിച്ചിരുന്ന FB പോസ്റ്റ് ഇട്ട് കുണ്ടിമുക്കി കളിക്കുന്നു. ഇതൊക്കെ പറ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. അമ്മാവൻ ഇന്ന് വിളിച്ചിട്ട കുണ്ടിമാമി, അയാൾ നിരന്തരമായിട്ട് ഇവരെ വിളിക്കുന്നു. ഓക്കെ, എനിവേ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെ ആർ ജെ അഞ്ജലി വിമർശിക്കുകയോ എന്തൊക്കെയോ പറഞ്ഞു. ആ ഒരു കാര്യം നമ്മൾ അന്ന് നിർത്തിയതിനു ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ഇതൊരു വിഷയമായിട്ട് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആർ ജെ അഞ്ജലി പോസ്റ്റ് ഇടുന്നു. അപ്പം ദയാച്ചു എന്ന് പറയുന്ന അവർ ഇതിനെതിരെ ഇവർക്കെതിരെ ഇയാൾ വിളിച്ച് പറഞ്ഞതിന് ശേഷം നിരന്തരമായ പോസ്റ്റുകൾ അയാൾക്കെതിരെ, അയാൾ ഇവരുടെ മാമനാണ്, അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിടുന്നു. അപ്പം ഇവർ പറയുന്നു, ആർ ജെ അഞ്ജലി പറയുന്നത് എൻ്റെ അമ്മാവനല്ല, എനിക്കങ്ങനെ ഒരു അമ്മാവനുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ ദയാച്ചു ഇവരുടെ പഴയകാലത്തെ ടിക്ടോക്ക് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇടുന്നു. അതിന് ആർ ജെ അഞ്ജലി മറുപടിയും പറയുന്നില്ല. ഇതാണ് വിഷയം. മനസ്സിലായോ? ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോഴും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ആ വിഷയം അന്നത്തെ മെഹന്തി ആർട്ടിസ്റ്റിനെ അപമാനിച്ചൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് മാപ്പ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളത് വിട്ടുകളയേണ്ടതാണ്. മനുഷ്യനാണ്, തെറ്റുപറ്റി നമ്മളത് ക്ഷമിച്ചു വിടുക എന്നുള്ളതാണ്. എന്നും നമ്മൾ അതിൻ്റെ തന്നെ ഒരു ഇതിൽ ഇങ്ങനെ പോകുന്നത് അത്രത്തോളം ശരിയാണോ എന്നറിയത്തില്ല.
എന്തായിരുന്നാലും ആർജെ അഞ്ജലിയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി സോഷ്യൽ മീഡിയക്കകത്തുള്ള ഒരു ഇങ്ങനെ ഒരു റെസ്പോൺസും റിയാക്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാത്തിനും കയറി മറുപടിയും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ചില സമയത്തെങ്കിലും ആൾക്കാർ ഇതെല്ലാം കണ്ട് ട്രിഗർ ആവുന്ന രീതിയിലേക്കുള്ള ചില മറുപടികൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്നു. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് വിഷമം കൊണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞത്. അവർ അതിനകത്ത് എവിടെ പറയുന്നുണ്ട് ഇനി ജീവിക്കണ്ടേ, ഇനി നിങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് അടക്കം ചോദിക്കുന്നുണ്ട്. എനിവേ അത്രത്തോളം ഒന്നും ഒരാളുടെ ലൈഫ് നശിക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നുമില്ല, അങ്ങനെ ഒരിക്കലും താല്പര്യവുമില്ല. നമ്മളതുകൊണ്ടാണ് ആ വിഷയമൊക്കെ അന്നേ വിട്ടത്. പക്ഷേ ഇത് ഇപ്പോഴും നടക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ഇത് ഇങ്ങനെ ഒരു സംഭവം വീണ്ടും വീണ്ടും വിഷയം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അന്നത്തെ വിഷയം നടന്ന് കഴിഞ്ഞു. അതുകൊണ്ട് ആർജെ അഞ്ജലി ആണെങ്കിലും ഈ പബ്ലിക്കിൽ നിങ്ങൾ പല രീതിയിൽ കമൻറ്റുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വിഷമിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക. കുറച്ച് നാളിത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ അതൊക്കെ ഒരുപാട് കാലം കൊണ്ട് കാണുന്ന ആളാണ്, നിങ്ങളും കാണുന്ന ആളാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് നാൾ നിശബ്ദമാവാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുക, കേസ് കൊടുക്കുക. ഓവറാവുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം മുന്നോട്ട് പോയി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആൾക്കാരത് വിടും. അല്ലാതെ അവരെന്തെങ്കിലും പറയും നിങ്ങളിങ്ങനെ ചൊറിയാൻ, നിങ്ങളെ ട്രിഗർ ചെയ്യാൻ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ചെന്ന് വീണ് കഴിഞ്ഞാൽ സീരിയസ്ലി അവർ തന്നെ എനിക്ക് ജയിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ദയാച്ചു ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതെനിക്ക് എന്താണെന്ന് അത് അവരുടെ താല്പര്യമാണ്, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അത് എങ്ങനെ വേണം എങ്ങനെ വേണ്ടെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ രീതികൾ മാറുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. അതിനകത്ത് ലേറ്റസ്റ്റ് പോസ്റ്റിൻ്റെ അകത്ത് പോലും അച്ചു നമ്മുടെ ആർജെ അഞ്ജലി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. കേസ് കൊടുക്കൂ, എന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ എന്താണെന്ന് അറിയത്തില്ല, ഇത് മറ്റൊരു യൂണിവേഴ്സ്, അലിൻ ജോസ് പെരേര മറ്റേ അതുപോലത്തെ വേറൊരു യൂണിവേഴ്സ് ക്രിയേറ്റായി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.